ഹായ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷമുള്ള നിമിഷം എന്ന് വെച്ചാൽ നമുക്കൊരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു കുഞ്ഞിനും ആ അമ്മയ്ക്കൊക്കെ വേണ്ട പരിചരണം, കെയറിംഗ് ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അതിന് പറ്റിയ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ചെറിയ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ഈ സ്ഥാപനം ഉള്ളത്. താലോലം എന്നാണ് ഇതിൻ്റെ പേര്. ആ പേര് പോലെ തന്നെ അന്വർത്ഥമാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. ഇവിടെ ഇവരെ രണ്ടാമത്തെ ബ്രാഞ്ചാണിത്. കുറ്റ്യാടി തന്നെ മറ്റൊരു ബ്രാഞ്ചുണ്ട്, അവിടേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ സുഹൃത്ത് അസീസ് അവിടെ ഉണ്ട്. വാ. വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഓഫീസിനകത്തേക്ക് കയറി ചെല്ലാം. നമ്മൾ അസീസ് നമ്മളെയും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. അസീസ് എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ? അൽഹംദുലില്ലാ ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലേ? അപ്പൊ അസീസ് ഇപ്പോൾ പുതിയൊരു സംരംഭമായിട്ട് വന്നിരിക്കുകയാണ്. അതെ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക്, അതായത് പ്രസവാനന്ദ ചികിത്സ ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്നേഹിതൻ കുറ്റ്യാടി ഉണ്ടായിരുന്നു. കുറ്റ്യാടി. അപ്പോൾ അവന് എൻ്റെ മോള് പ്രസവിച്ചപ്പോൾ നിവൃത്തിയില്ല, എവിടെയും കൊണ്ടേ ആക്കി സുരക്ഷിതമായിട്ട് എത്തിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ്, നല്ല ട്രീറ്റ്മെന്റ്. വീട്ടിലേക്കുള്ള സൗകര്യം വളരെ കുറവാണ്. ഇവനാണെങ്കിൽ ഗൾഫിലും പോകണം. അങ്ങനെ ഒരു സൗകര്യം നോക്കിയപ്പോഴാണ് ഭയങ്കര പ്രയാസപ്പെട്ടു. അപ്പൊ അന്ന് എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ഓരോ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങിക്കൂടാ, അങ്ങനായാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. അതെ അതെ. പിന്നെ ഇതിപ്പോ രണ്ടാമത്തതാണ്. ഒന്ന് നമ്മൾ അടുക്കത്തുണ്ട്, കുറ്റ്യാടി തന്നെ. അവിടെ അത്യാവശ്യം ആള് കൂടുതലായപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം കൂടി നമ്മൾ ഇപ്പോഴും എടുത്തത്. ഇപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും. ഫെസിലിറ്റി എന്ന് പറഞ്ഞാല് ഫുൾ വൈഫൈ ഉണ്ട്, വൈഫൈ റൂമില്. പിന്നെ ഉള്ളത് ഹീറ്റർ, ഫുൾ ടൈം ഹീറ്റർ. അത് ഫുൾ ടൈം ഓൽക്ക് ഹീറ്റർ ചുടുവെള്ളം കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ TV എല്ലാത്തിലും ഉണ്ടാവും ഫുൾ ടൈം. പിന്നെ ഫ്രിഡ്ജ് ഉണ്ടാവും, ഓരോ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ അടുക്കള ഉണ്ടാവും. അടുക്കള ഒരു ഗ്യാസ് 2 കിലോന്റെ ഗ്യാസ് ഓൾറെഡി കൊണ്ടുവന്നാൽ മതി. അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയാണ് നമ്മളിതിപ്പോ. ഒരു ഫീലും ഉണ്ടാവില്ല, വീട്ടിനെക്കാട്ടി സൗകര്യങ്ങളുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് 2 റൂം, സിറ്റ് ഔട്ട്, ഇതൊക്കെ കൊടുത്തിട്ട് ഓർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റി അതിലേക്ക്. പിന്നെ ഈ കുട്ടികൾ, നല്ല കുട്ടികളുണ്ട്, തെറാപ്പികൾ, അടിപൊളി കുട്ടികളാണ്. പിന്നെ ഡോക്ടർ ഉണ്ട്. ഒരായിട്ടൊക്കെ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോളൂ. ഞാൻ ചോദിക്കണേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നതിനേക്കാളും കൂടുതൽ ചികിത്സയും പിന്നെ ഡോക്ടർ സേവനം കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് നിങ്ങൾ പറയുന്നത്? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. പോകുമ്പോൾ നമ്മൾ അതിനുള്ള മരുന്നും കൊടുക്കുന്നുണ്ട്, അവർക്ക് കഴിക്കാനുള്ള ലേഖങ്ങൾ, മരുന്നുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഒരുക്ക് അതാണ്. പിന്നെ ഫേസ് വാഷൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ നല്ലൊരു മുൻചത്തിയായിട്ട് പോണ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചു. അമ്മക്ക് മാത്രമല്ല, കുഞ്ഞിനുള്ള പരിചരണം ഉണ്ടാവും. അമ്മക്കുള്ള കുഞ്ഞിനുള്ള എല്ലാ പരിചരണവും ഉണ്ടാവും. ഇതിപ്പോ ഈ ഡോക്ടർ സേവനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ വരികയാണോ, അതോ ഇങ്ങനെ റൊട്ടീനായിട്ട് ചെക്കപ്പ് വരുമോ? അല്ല, ഈ ഡോക്ടർ സേവനം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ എപ്പോഴും ഒന്ന് ഇവരായിട്ടൊന്ന് ടച്ച് ചെയ്യണം, ഒന്ന് കൺസൾട്ടിങ് ചെയ്ത് കൊണ്ട് പോകണം. അതിൽ കൂടുതലുണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെറിയ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കാട്ടാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തത്. തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ തൊട്ടടുത്തുള്ളതിനാണ് വിസിറ്റ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് റൂമത്തെ സൗകര്യവും ബാക്കി ഫെസിലിറ്റീസും ആയിക്കോട്ടെ, വരും കാണാം. ഒരു റൂം വരുന്നത്. അസിസ്ക, ഇതെങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഇത് കൂടെ വരുന്ന ഉമ്മച്ചിക്ക് അല്ലെങ്കിൽ കൂടെ ആരാണ് വരുന്നത് ഓർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ. അതിനുശേഷം ഒരു പ്രസവിച്ച് കിടക്കണ പോലെ സൗകര്യം ഓർക്ക് AC റൂമാണ് വരുന്നത്. ആള് വരെ നിൽക്കാം, അങ്ങനെ. അതിപ്പോ 1-2 ആളുണ്ടായൊന്നും പ്രശ്നമില്ല, കുഴപ്പമില്ല. ഇപ്പൊ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പോലെ അതിൽ ആഡ് ചെയ്യിക്കാം. പിന്നെ ടോയ്ലറ്റ് നല്ല സൗകര്യമുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആണ് ഉണ്ടോ. പിന്നെ അതൊരു കിച്ചൺ വരുന്നുണ്ട്, എല്ലാ സൗകര്യമുള്ള കിച്ചൺ, ചെറിയൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട്, വാഷ് ബേസിന്
പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ അതിനകത്തുണ്ട്. പാത്രങ്ങളൊക്കെ അതിലുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മളിൽ കൊടുക്കുന്നതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്യാസ് കുറ്റി കൊണ്ടുവന്നാൽ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു സിംഗിൾ റൂമാണ്. ഇനി ഡബിൾ റൂം വരുന്നുണ്ട്. കുറച്ചും കൂടിയും വിശാലതയുള്ള 2 പേർക്ക് സൗകര്യത്തിൽ നിൽക്കാൻ പറ്റിയ കുറച്ചും കൂടിയും നല്ല റൂം വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി പ്രീമിയാണ് അസീസ്ക സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ നല്ലൊരു ഹാളും അതിനകത്ത് സോഫ സെറ്റ് ഉണ്ട്. അതുപോലെ ചെറിയ നേരത്തെ അവിടെ കണ്ട പോലത്തെ ചെറിയ ടേബിൾ വരുന്നുണ്ട്. 2 റൂമിലും ടി വി ഉണ്ട് കേട്ടോ. അതൊരു ഹൈലൈറ്റ് ആണ്. നേരത്തെ പറഞ്ഞതാണ് ടി വി. ഇവിടെ ഒരു വാഷ് ബേസ് വരുന്നുണ്ട്. ഇതിൽ 2 അറ്റാച്ച്ഡ് റൂം 2ലും ഉണ്ട്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ റൂം വരുന്നത്. ഇതേപോലത്തെ റൂം ഇപ്പുറത്തും വരുന്നുണ്ട് അല്ലേ? അതെ അതെ. ഒക്കെ ബാത്റൂമൊക്കെ ഫുള്ള് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഇത് പുതിയ പ്രോപ്പർട്ടിയാണ്, താലോലത്തിൻ്റെ പുതിയ ബ്രാഞ്ചാണ്. നേരത്തെ സിംഗിൾ റൂമിന് കണ്ട ചെറിയ കിച്ചണായിരുന്നു. ഇത് കുറച്ചും കൂടിയും വിശാലതയുള്ള ഒരു കിച്ചണാണ്. നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ ഒത്തിരി സൗകര്യം കൂടുതലാണ്. ഇത് വരുന്നുണ്ട്, ഗ്യാസിൻ്റെ സ്റ്റൗ വരുന്നുണ്ട്. ഗ്യാസ് നമ്മൾ കൊണ്ടുവരണം. നമുക്ക് ഇവിടുന്ന് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗിക്കും പിന്നെ കുഞ്ഞിനൊക്കെ ഉള്ള എല്ലാ പരിചരണവും ഫുഡുകളൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 നേരത്തെ ഫുഡാണ് ഒരു ദിവസം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റൗ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വലിയ ഒരു ഫ്രിഡ്ജും വരുന്നുണ്ട്. ഇതാണ് മറ്റൊരു റൂം. ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. മാത്രമല്ല ഇതിന് പുറത്തേക്കൊരു സിറ്റ് ഔട്ട് ഉണ്ട്. നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ പുറത്തിരിക്കണമെങ്കിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സൗകര്യം ഇവിടെ ഉണ്ട്. ഇപ്പം ഞാനുള്ളത് ഈ താലോലം കുറ്റ്യാടി ചെറിയ കുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ താലോലത്തിൻ്റെ 2ാമത്തെ ബ്രാഞ്ചാണ്. ആദ്യത്തെ ബ്രാഞ്ച് അപ്പുറത്താണുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ നമുക്ക് ഡോക്ടറുണ്ട്, ഡോക്ടറേറ്റൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് താലോലത്തിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചിലേക്ക് പോവാം. ഇതാണ് ഇപ്പോൾ കാണുന്ന ഇവിടുത്തെ താലോലം 2ലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നതിനേക്കാളും കൂടുതൽ പിന്നെ സൗകര്യത്തോടു കൂടിയും കൂടുതൽ പിന്നെ ചികിത്സയോടും കൂടിയും കൂടുതൽ എന്താ പറയുക സംരക്ഷണത്തോടു കൂടി നമുക്കിവിടെ കഴിയാൻ പറ്റും. വിശാലമായ പാർക്കിങ്, അതേമാതിരി ഭക്ഷണം, 6 നേരത്തെ ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് മേക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം, വൈഫൈ സൗകര്യം, യാത്രാ സൗകര്യം, പിന്നെ എന്തെങ്കിലും എമർജൻസി ഹോസ്പിറ്റൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ട്. മാത്രമല്ല അത് കൂടാതെ തന്നെ ഡോക്ടറെ വിസിറ്റിങ് ഇടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം വിസിറ്റിങ് വരുന്നുണ്ട്. എല്ലാം ഉൾപ്പെടെ ഒരു പാക്കേജായിട്ടാണ് ഇവരിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ താലോലം ഫസ്റ്റിലെ ബ്രാഞ്ചിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡോക്ടറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികളൊക്കെ ഡോക്ടറോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. താലോലം ട്രീറ്റ്മെൻറ്റ് റൂമിലാണ് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ റുഫൈദയാണ്. അപ്പോൾ ഡോക്ടറോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികളൊക്കെ? നമ്മൾ സാധാരണ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നതും നമ്മൾ ഈ താലോലത്തിൽ വന്ന് കിടക്കുമ്പോഴുള്ള ആ വ്യത്യാസം എങ്ങനെയാണ്? നമ്മൾ വീട്ടിലാവുമ്പം ഒരു പാരമ്പര്യമായിട്ടുള്ളത് മാത്രമായിരിക്കും. ആവുമ്പം പാരമ്പര്യം കൂടാതെ ശാസ്ത്രീയപരമായിട്ടുള്ള നമ്മൾക്ക് പേഷ്യൻറ്റിന് എന്താണോ പറ്റുന്നത് എന്ത് പറ്റൂല എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം പേഷ്യൻറ്റിൻ്റെ ഓരോ പ്രകൃതം ആയുർവേദ പ്രകാരം പ്രകൃതങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ദോഷങ്ങൾ നോക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഓരോ പ്രകൃതത്തിനനുസരിച്ച് അതുപോലെ തന്നെ കുട്ടിയുടെ ഓരോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ന്യൂ ബോൺ ആണ്. അപ്പോൾ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് കെയർ ചെയ്തിട്ട് അമ്മയുടെ പാല് അതുപോലെ ശാരീരിക ബുദ്ധിമുട്ട് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരാൾ പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ അപ്പോൾ ഡോക്ടറെ വിസിറ്റ് ഡെയിലി ഉണ്ടാവും? അത് ആഴ്ചയിൽ ഒരു തവണ എങ്ങനെയാണ് നിങ്ങളെ വിസിറ്റ് ഉണ്ടാവുക? ട്രീറ്റ്മെൻറ്റ് ഡെയിലി ഉണ്ടാവൂലേ? ഉണ്ട്. രാവിലെ അമ്മയുടെയും കുട്ടിയുടെയും രാവിലെ അവരൊരു 10 മണിയാകുമ്പോഴേക്കും അവർ ഫ്രീ ആവുന്ന രീതിയിൽ കൊടുക്കും. അതിനുശേഷം അവർക്ക് വേണ്ടുന്ന എന്താണോ ആഹാരക്രമങ്ങൾ അത് നമ്മൾ അതുപോലെ കൊടുക്കും. പിന്നെ നമ്മൾ എക്സസൈസുകൾ, വ്യായാമങ്ങൾ ചെറുതായിട്ടുള്ളത്, അതുപോലെ അവർക്ക് മെൻ്റലി റിലീഫ് കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ.
അതുപോലെ എൻ്റെ വിസിറ്റ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. എന്നാലും അവർക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ചെയ്ത് കൊടുക്കും. എന്താണോ ആവശ്യം അവരെ കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. സാധാരണ ഒത്തിരി സ്ത്രീകളൊക്കെ പറയും പ്രസവത്തോടു കൂടി വയറ് ചാടി, ഊരവേദന, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒത്തിരി സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടാഞ്ഞിട്ടാണോ അതോ അത് കെയർലെസ് ആയിട്ട് കൊണ്ടുനടക്കുന്നത് എന്താണ്? രണ്ടും ഉണ്ട്. അതായത് കെയർലെസ് ആയിരിക്കുന്നത് മെയിൻ കാരണം. ആ കെയർലെസ് നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള പ്രസവം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മാത്രം അല്ല, ഒരു അമ്മയുടെ ജനനം കൂടെയാണ്. അപ്പോൾ അമ്മയെയും കുഞ്ഞിനെയും രണ്ടുപേരെയും ഒരുപോലെ പരിഗണിച്ച് ഒരുപോലെ നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് ആരോഗ്യപരമായിട്ട് ഒരു ഭാവി നമ്മൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ടേക്ക് കെയർ ചെയ്യുന്നത്. അവർക്ക് വേണ്ട ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നത്തെ ആയാലും വീഴ്ചയോ ചതവോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ്, അതായത് ഒഴിച്ചിൽ മാത്രമല്ല, വേദുകുളി ഒഴിച്ചിൽ പോലത്തെ പരമ്പരാഗത ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, കിഴി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ധാര, അതുപോലെ പേഷ്യൻസിന് എന്താണോ പ്രയാസം അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേരിയേഷൻ വരും. അവർക്ക് വേണ്ട ഫുഡൊക്കെ ഡോക്ടറെ സജഷൻ പ്രകാരമുള്ള അവർക്ക്, അതായത് കുട്ടിക്ക് പാല് കുറവുള്ള അമ്മമാരാണെങ്കിൽ അതിന് വേണ്ടുന്ന ഫുഡ് കൊടുക്കും. അതുപോലെ വെയിറ്റ് കുറവാണെങ്കിൽ, ബ്ലഡ് കുറവാണെങ്കിൽ അതിന് വേണ്ടുന്ന ഫുഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് കൊടുക്കും. അതുപോലെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അവർക്ക് തളം വയ്ക്കുക, അതുപോലെ ലേഹ്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ ആ ഒരു ആയുർവേദ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മളിതിന് പരമ്പരാഗതമായി ചെയ്തു വരുന്ന ആ ട്രീറ്റ്മെന്റ് തന്നെയാണ് ചെയ്യുന്നത്. അതോടൊപ്പം മോഡേണും കൂടെ, അതായത് നമ്മളെ ശാസ്ത്രീയപരമായിട്ട് ആയുർവേദത്തിൽ എന്താണോ പ്രതിപാദിച്ചിട്ടുള്ള അതും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നതും ഈ താലോലം ഇതുപോലത്തുള്ള ഇവിടെ വന്ന് പ്രസവിച്ച് കിടക്കുന്നതും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ശരിക്കും ഇവിടെ വന്നാൽ ഒരു നമുക്ക് പ്രസവാനന്തരമുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും എന്നാണ് ഡോക്ടർ പറയുന്നത്. അതെ, ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏരിയ. വളരെ പ്രൈവസിയോട് കൂടിയിട്ട് നമ്മൾ ഓരോ പേഷ്യൻറ്റിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അറ്റ് എ ടൈം ഒരു പേഷ്യൻറ്റിനെ മാത്രമേ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ട്രീറ്റ്മെൻറ്റ്. അതുപോലെ നമ്മളൊരു പേഷ്യൻറ്റിന് 45 to 1 hour, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും അവർക്ക് കിഴിയോ ധാരയോ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ വരും. അപ്പം നമ്മൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രയാസം മാറുന്നത് വരെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും ആളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ടൈമിന് വേരിയേഷൻ വരുന്നത്. അപ്പോൾ താലോലം ഫസ്റ്റ് ബ്രാഞ്ചിലുള്ള ഒരു റൂമിലാണ് അപ്പോൾ ഉള്ളത്. ഇത് വലിയ വിശാലമായ റൂമാണ്. മിസ്സസ് കവേരി, ഇതിന് ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇത് വലിയൊരു ഹാളിലാണ്. ഇതൊരു വലിയ ഹാള്. ഇതിൽ ടി വി, ഇതിൽ വലിയൊരു സോഫ. ഇനി ഇതാണ് റൂം. ഇത് പേഷ്യന്റിന് കിടക്കാനുള്ള റൂം അല്ല, ഇത് കൂടുള്ള ആൾക്കുള്ള കിടക്കാനുള്ള റൂം. ഇനി പേഷ്യന്റിന് കിടക്കാനുള്ള റൂം അപ്പുറത്തിലാണ്. ഇതാണ് പേഷ്യന്റിന് കിടക്കാനുള്ള റൂം. എ സി ഉണ്ട് അല്ലേ? കോമൺ ആയിട്ട് ഒരു ബാത്റൂം പുറത്ത് വരുന്നുണ്ട്. ഇത് നേരത്തെ അവിടെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി വിശാലായിട്ടുള്ള റൂമാണ്. പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂം നേരത്തെ കണ്ടതുപോലുള്ള നല്ലൊരു അടുക്കള ഉണ്ട്. അതിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അതേപോലെ ഒരു സ്റ്റൗ ഉണ്ട്. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കവാടിലുണ്ട്. എല്ലാറ്റിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. എൻ്റെ കൂടെ ഉള്ളത് അഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. അഹമ്മദ് അല്ലേ പേര്? പിന്നെ ഇവിടെ താലോലത്തിൽ പുള്ളിയുടെ മകളുമായിട്ട് വന്നത്. എങ്ങനെയുണ്ട്? പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സർവീസ്, നല്ല വൃത്തി, ഭക്ഷണം പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇത്. നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് വീട്ടിലാളെ വെച്ചിട്ട് നോക്കിക്കല്ല. അതിലും സൗകര്യം ഇവിടെയാന്ന് അറിഞ്ഞിട്ട് വന്നതാ. വരുമ്പം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഏത് കോലത്തിലാന്നുള്ള തിരിയാത്തതുകൊണ്ട്, ആദ്യമായതുകൊണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല സമാധാനമായിട്ടുള്ളത്, മനസ്സിന് റായത്തുണ്ട്. മകളും പറഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ല, ഭക്ഷണം മോശമില്ല, സർവീസ് മോശമില്ല, കുളിപ്പിക്കൽ അങ്ങനത്തെ നോട്ടങ്ങളെല്ലാം വളരെ റായത്തായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അന്നേരം ഞാൻ
പിന്നെയും എൻ്റെ മനസ്സിൽ തോന്നി വീട്ടിലേക്കാട്ടും വളരെ സന്തോഷമായല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായി ഇപ്പോൾ നിൽക്കുന്നത്. താലോലത്തിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്? ഇവിടെ എത്ര ദിവസമായി? ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായി. എങ്ങനെയുണ്ട്? ആദ്യത്തെ രണ്ടാമത്തെ ദിവസം മുന്നേ വീട്ടിലായിരുന്നു? വീട്ടിലായിരുന്നു. വീട്ടിലും ഈ താലോലത്തിലും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് നല്ല വ്യത്യാസമുണ്ട്. അതെ, ഇവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആണ്, നല്ല പോസിറ്റീവ് വൈബാണ്. പിന്നെ ഡോക്ടേഴ്സ് ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും. പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അതേ സമയത്ത് തന്നെ കൊണ്ടുത്തരുത്തുണ്ട്. അടിപൊളിയാണ്. പിന്നെ കൂടെ നിൽക്കുന്നവർക്കും ഹാപ്പിയാണ്. നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന ഫീൽ തന്നെ ഉണ്ട്. പിന്നെ കൂടുതൽ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പുറത്ത് നമുക്ക് ആരെയും കാണാൻ വരുന്നെങ്കിലൊക്കെ അതിനുള്ള സൗകര്യമുണ്ട്. ഒരാൾക്ക് അധികം വന്നാലേ കിടക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് താലോലത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ആകാംക്ഷയുള്ള ഇവിടുത്തെ പ്രൈസ് എങ്ങനെയാണെന്നുള്ളത്. പ്രൈസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത് 40 ഡേയ്സ്, 28 ഡേയ്സ്, അങ്ങനെ 14 ഡേയ്സ്, ഒരാഴ്ച വരെയൊക്കെയുള്ള ഇതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ്. മാത്രമല്ല AC റൂമുണ്ട്, നോൺ AC റൂമുണ്ട്, ഡബിൾ റൂമുണ്ട്, സിംഗിൾ റൂമുണ്ട്. ഈ റൂമിനെയും ദിവസത്തിനൊക്കെ അനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രൈസും കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ അപ്പോയിൻമെൻറ്റ് ചെയ്യാവുന്നതാണ്. സിസ്ക പറയൂ. നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആരെങ്കിലും ബുക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഓഫറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അത് ദിവസത്തിനനുസരിച്ച്, അതേപോലെ ഡബിൾ റൂം, AC റൂം, അതിനനുസരിച്ച് പ്രൈസ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബുക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ കണ്ടിട്ട് ഞാനൊരു ഐഡിയ പറയാം. നിങ്ങളത് ചോദിച്ചതിനെ കൊണ്ട് പറയാണ്. ഞാനിത് ഒരു ഓഫർ ഇടാണ് ഞാനിപ്പോൾ. ഇപ്പോൾ ഇടാൻ കേട്ടോ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. ഞാൻ 15 ബുക്കിങ്ങിന് 5 രൂപ കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ റമളാനിൻ്റെ പ്രമാണിച്ച് 5 രൂപയാണ് കുറക്കാം. ആദ്യത്തെ 15 ബുക്ക് ചെയ്യുന്നത്. കാരണം നമ്മളെ രണ്ടാമത്തെ ബ്രാഞ്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം പോയ അപ്പൊ അതുകൊണ്ട് നമ്മളെ രണ്ടാമത്തെ ബ്രാഞ്ചിലേക്കും ഇവിടെ ആണെങ്കിലും 15 ബുക്കിംഗ് നമ്മൾ 5000 രൂപ കുറച്ച്. സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും. ആദ്യത്തെ ബുക്കിംഗ് പറഞ്ഞാല് ഇപ്പോ പ്രസവം 5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ബുക്കിംഗ് ഇപ്പം ചെയ്യാലോ, ബുക്കിംഗ് ചെയ്താൽ മതി. അതായത് അവരിപ്പോ 8 മാസം കഴിഞ്ഞിട്ട് പ്രസവിച്ചാലും നമുക്ക് ആ ബുക്കിങ്ങിന് തന്നെ ഞങ്ങള് ആ റേറ്റിലേക്ക് 5000 ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് താലോലത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ദിസ് ഈസ് മീ സാദിഖ് സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ.